ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ചുറ്റും വാടിപ്പോയ പൂക്കളെ പോലെയുള്ള ഒരുപാടധികം മുഖങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് 10ൽ 9 പേരും തങ്ങളുടെ ജീവിതത്തിൽ തീർത്തും ദുഃഖിതരാണ്. ഇതിലെ ചിലർ സ്വയം തങ്ങളെ ഓർത്തുകൊണ്ട് തന്നെ ദുഃഖിതരായിട്ട് മാറുന്നു. മറ്റു ചിലർ തങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസിനെ ഓർത്തുകൊണ്ട് ദുഃഖിതരാകുന്നു. ആൻഡ് മെജോറിറ്റി ആളുകളും മറ്റുള്ളവരുടെ ലൈഫിലെ ഹാപ്പിനെസ് കണ്ട് ദുഃഖിതരായി മാറുന്നു. ഇങ്ങനെയുള്ള സാഡ്നെസ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലും സ്ട്രെസ്സിലേക്ക് തള്ളിയിടുന്നു. ശേഷം അവരെ കൊണ്ട് അവരെയും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, അവരുടെ കൂടെയുള്ളവരെയും ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അവരുടെ വർക്കാണെങ്കിലും മുഴുവൻ മനസ്സോടു കൂടി അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്കൊരു പക്ഷേ ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബട്ട് ഇവിടെ ചോദ്യം എന്താണെന്നാൽ, എങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥയെ ഓവർകം ചെയ്ത് ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് ജീവിക്കാൻ സാധിക്കും? ആൻഡ് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ ഗ്രോ ആകാൻ സാധിക്കും? സോ ഈ ഒരു പ്രോബ്ലത്തിനായിട്ടുള്ള സൊല്യൂഷൻ ബോബ് പ്രോക്ടർ എഴുതിയ 12 റൂൾസ് ഫോർ സക്സസ് എന്ന ഈ ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. സോ ലെറ്റ്സ് ബിഗിൻ. ഇന്നത്തെ കാലത്ത് ആളുകളിൽ സ്ട്രെസ് എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടനെ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, രാവിലെ എണീക്കാൻ ലേറ്റ് ആയാൽ അപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. വഴിയിൽ വണ്ടി കേടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും സ്ട്രെസ്ഡ് ആകുന്നു. ബോസ് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും സ്ട്രെസ്. കൊളീഗ്സിന് പ്രമോഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും സ്ട്രെസ്. സോഷ്യൽ മീഡിയസിൽ ഫ്രണ്ട്സിൻ്റെ ലൈഫ് കാണുമ്പോൾ അപ്പോഴും സ്ട്രെസ്. ഇനി ഫ്രണ്ട്സ് ആരെങ്കിലും ഐഫോൺ വാങ്ങിയാൽ അപ്പോഴും സ്ട്രെസ്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് കാര്യങ്ങൾക്ക് ആളുകൾ ഇന്ന് അനാവശ്യമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു സ്മോക്കർക്ക് സ്റ്റാർട്ടിങ്ങിൽ സ്മോക്കിംഗ് വളരെ കൂളായിട്ട് തോന്നും. എന്നാൽ പിന്നീട് അതേ കാര്യം തന്നെ അയാളുടെ ജീവിതം അവസാനിക്കാനും കാരണമാകും. ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് ആയിട്ടിരിക്കുന്നത് നോർമൽ ആൻഡ് കൂളായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. എന്നാൽ പിന്നീട് ഇതേ സ്ട്രെസ് നിങ്ങളെ ഒരു ഫുള്ളാക്കി മാറ്റും. സ്ട്രെസ് ഈസ് ദ കില്ലർ ഓഫ് ക്രിയേറ്റിവിറ്റി. എപ്പോഴൊക്കെ നിങ്ങൾക്ക് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അപ്പോഴൊന്നും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ തോന്നില്ല. കാരണം നിങ്ങളെ കൊണ്ട് പുതിയതായി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. ശേഷം ആ ഒരു വർക്ക് നിങ്ങൾക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നും. നിങ്ങൾ വെറും ക്യാഷിന് വേണ്ടി മാത്രമായിരിക്കും പിന്നീട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലാണ് ഒരു ദിവസത്തെ മെജോറിറ്റി ടൈമും സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കാണാൻ സാധിക്കും. ഒരു റിസർച്ചിൽ കണ്ടെത്താൻ സാധിച്ചത് സ്ട്രെസ് ദീർഘകാലത്തേക്ക് നീണ്ടുപോവുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങളുടെ ബോഡിയിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലെയുള്ള സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് വർദ്ധിക്കും. ഇത് നിങ്ങളിൽ ഹൈ ബ്ലഡ് പ്രഷർ, ഹാർട്ട് അറ്റാക്ക് എന്നിവയ്ക്ക് കാരണമാകും. ആൻഡ് ഈ സ്ട്രെസ് ഹോർമോൺസ് നിങ്ങളുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ പോലും വർദ്ധിപ്പിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെ സ്ട്രെസ്സ് കാരണം കൊണ്ട് നിങ്ങൾക്ക് ക്ലോസ് ആയിട്ടുള്ളവരുടെ കൂടെ പോലും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്സിലും ഒരുപാട് പ്രോബ്ലംസ് സംഭവിക്കും. ഇത് കാരണം കൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ ഡിവോഴ്സിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സ്ട്രെസ് നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്സ് എന്നിവയെ മുഴുവനായിട്ടും ഡെസ്ട്രോയ് ചെയ്യും. ഇതുകൊണ്ട് തന്നെ പ്രോപ്പർ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രണ്ട്സ്, ഇതുപോലെ നിങ്ങളും സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എലിമിനേറ്റ് ചെയ്ത് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ റൂട്ട് കോസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വലിയ മരത്തെ വെട്ടിമുറിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ ചില ചെറിയ പ്രാണികൾ ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യുന്നു. കാരണം അവ ആക്രമിക്കുന്നത് മരത്തിൻ്റെ റൂട്ടിനെയാണ്. ഇതുപോലെ നിങ്ങളും സ്ട്രെസ്സിൻ്റെ മെയിൻ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കണം ആൻഡ് അതിനെ ഇല്ലാതാക്കണം. സ്ട്രെസ് നമുക്ക് എപ്പോൾ വരുമെന്നാൽ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴാണ്. എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ശേഷം ആ ഒരു റിയാക്ഷൻ സ്ട്രെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത് വീക്കാകുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് ഒരു ചെറിയ സ്റ്റോറി പറയാം.
ഒരാൾ രാവിലെ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കുന്നു. എന്നാൽ അയാളുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് അറിയാതെ ചായ അയാളുടെ ദേഹത്തേക്ക് വീഴുന്നു. അയാൾ കുട്ടികളോട് വളരെയധികം ദേഷ്യപ്പെടുന്നു. ശേഷം തൻ്റെ ഓഫീസിലേക്ക് അയാൾ പോകുന്നു. ആ ഒരു റിയാക്ഷൻ കാരണം കൊണ്ട് തന്നെ അയാൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അയാൾ ആ ഒരു സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നു. ഇവിടെ ആ ഒരു സമയത്ത് അയാൾ റിയാക്ട് ചെയ്യാതെ സാരല്ലടാ പോട്ടെ, നീ അത് വിട്ടേക്ക്, ഇങ്ങനെ അയാൾ റെസ്പോണ്ട് ചെയ്തിരുന്നുവെങ്കിൽ അയാൾക്ക് ആ ഒരു ആക്സിഡൻറ്റ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന്. വാസ്തവത്തിൽ നമ്മളുടെ മൈൻഡ് എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മൈൻഡിൽ ഒരുപാടധികം കോൺഫ്ലിക്ട്സ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഇതേപ്പറ്റി നമുക്ക് ഗൗതമ ബുദ്ധൻ്റെ ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. ബുദ്ധൻ ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ബുദ്ധൻ തൻ്റെ ഒരു ശിഷ്യനോട് പറഞ്ഞു, തൊട്ടടുത്തുള്ള അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊണ്ടുവരാൻ. ശിഷ്യൻ അരുവിയിലേക്ക് വെള്ളമെടുക്കാൻ പോയപ്പോൾ ആ ഒരു അരുവിയുടെ അടുത്തുകൂടെ ഒരു കുതിരക്കാരൻ വേഗത്തിൽ പോയി. അപ്പോൾ ആ ഒരു വെള്ളം കലങ്ങിമറിഞ്ഞ് വൃത്തിഹീനമായി മാറി. ശേഷം ആ ഒരു ശിഷ്യൻ ബുദ്ധൻ്റെ അടുത്ത് വന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ചു സമയം ആ ഒരു വെള്ളം അങ്ങനെ ശാന്തമായി നിൽക്കട്ടെ, അത് താനെ പിന്നീട് ശുദ്ധജലമായി മാറിക്കോളും, അതുവരെ നീ കാത്തു നിൽക്കുക എന്ന്. ബുദ്ധൻ ഈ ഒരു വെള്ളം അഴുക്കായിട്ട് മാറുന്നത് നമ്മളുടെ മനസ്സിലെ കോൺഫ്ലിക്ട്സിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണോ ആ ഒരു അഴുക്ക് വെള്ളം ശാന്തമായപ്പോൾ ശുദ്ധജലമായിട്ട് മാറിയത്, ഇതുപോലെ നമ്മളുടെ മൈൻഡ് റിലാക്സ് ആകുമ്പോൾ ക്ലിയർ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്ട്രെസ്സ് കുറയുമോ? ഇതിൻ്റെ ആൻസർ യെസ്, ഷുവർ ആയിട്ടും കുറയും. എന്നാൽ ഇതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. കാരണം കോൺഫ്ലിക്ട്സ് ആൻഡ് റിയാക്ഷൻ സ്ട്രെസ്സിൻ്റെ റൂട്ട് കോസ് അല്ല. സ്ട്രെസ്സിൻ്റെ റൂട്ട് കോസ് കമ്പാരിസൺ ആണ്. അതായത് കമ്പാരിസണിലൂടെ ഏർപ്പെടുന്നത് കോൺഫ്ലിക്ട്സിലൂടെ ഏർപ്പെടുന്നത് റിയാക്ഷനിലൂടെ സ്ട്രെസ് ഏർപ്പെടുന്നു. കമ്പാരിസൺ രണ്ട് ഭാഗവും കോർത്തിരിക്കുന്ന ഒരു വാള് പോലെയാണ്. അതായത് കമ്പാരിസൺ ആണ് സ്ട്രെസ്സിൻ്റെ റൂട്ട് കോസ്. ആൻഡ് ഇത് തന്നെയാണ് പെർമനൻറ്റ് സൊല്യൂഷനും. കൺഫ്യൂഷൻ ആകണ്ട, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കമ്പാരിസൺ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്, നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവർക്കൊപ്പം കമ്പയർ ചെയ്യുന്നു. ഇതാണ് എല്ലാ പ്രോബ്ലംസിനുമുള്ള കാരണം. ഇതുകൊണ്ട് തന്നെ ഇന്ന് ഓരോരുത്തരും തങ്ങൾ മറ്റുള്ളവരെക്കാളും സുപ്പീരിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൻഡ് മറ്റുള്ളവരെ എപ്പോഴും ഇംപ്രസ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇന്ന് മാസത്തിൽ 15,000 രൂപ സമ്പാദിക്കുന്ന ഒരാളുടെ കയ്യിൽ നമുക്ക് 1.5 ലക്ഷം രൂപ വിലയുള്ള ഐഫോൺ കാണാൻ സാധിക്കും. ആൻഡ് 40 to 50,000 രൂപ സമ്പാദിക്കുന്ന ഒരാളുടെ കയ്യിൽ 12 to 15 ലക്ഷം രൂപ വിലയുള്ള SUV കാറും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇംപ്രസ് ചെയ്യണമെന്നുള്ള മോശം ശീലം കാരണം കൊണ്ട് ഇന്ത്യൻ യൂത്ത് വലിയ കടക്കണിയിൽ ഇന്ന് പെട്ടുപോകുന്നു. ആൻഡ് സ്ട്രെസ്സിനെ അവരുടെ ലൈഫിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇതിലൂടെ ചില ആളുകൾ സൂയിസൈഡ് വരെ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ലൈഫിനെ എത്ര പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന്. ഇനി രണ്ടാമത്തെ കമ്പാരിസൺ ആണ് സെൽഫ് കമ്പാരിസൺ. നമ്മൾ നമ്മളെ തന്നെ സ്വയം കമ്പയർ ചെയ്യുക. അതായത് നമ്മുടെ പാസ്റ്റ് സെൽഫുമായിട്ട് നമ്മുടെ പ്രസൻറ്റ് സെൽഫിനെ കമ്പയർ ചെയ്യുക, നമ്മുടെ പ്രസൻറ്റ് സെൽഫിനെ നമ്മുടെ ഫ്യൂച്ചർ സെൽഫുമായിട്ട് കമ്പയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് എപ്പോൾ സാധ്യമാകുമെന്നാൽ എപ്പോഴാണോ നിങ്ങൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നത് വിട്ട് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ. നിങ്ങൾ നിങ്ങളെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കണം. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളെ മുഴുവനായിട്ടും എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മുഴുവൻ പൊട്ടൻഷ്യലും പുറത്തു വരും. എന്നാൽ ഇതെങ്ങനെ സാധ്യമാകും? ഇത് പറയാൻ വളരെ എളുപ്പമാണെങ്കിലും റിയൽ വേൾഡിൽ ഇത് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. ബട്ട് നിങ്ങൾ വിചാരിച്ചാൽ ഇത് സാധ്യമാകും. ഫസ്റ്റ്, നിങ്ങളുടെ ലൈഫിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിങ്ങൾ ഇരിക്കണം. അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. ആൻഡ് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത് നിങ്ങൾ നിർത്തണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതിൻ്റെ എല്ലാം കാരണം നിങ്ങൾ തന്നെയാണ്. ആൻഡ് നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം ശരിയാക്കാൻ പോകുന്നത് എന്നും. സോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു. ഇനി നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന്. അതായത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഡിസിഷൻ എടുക്കണം. ആൻഡ് ആൾസോ റിമെമ്പർ, വൺസ് ദ ഡിസിഷൻ ഈസ് ഡൺ, ദ ഗെയിം ഈസ് ഓൺ. അതായത് ഒരു പ്രാവശ്യം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അതുവരെ നിങ്ങൾ പോകണം. സോ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക.
ഇതുപോലെ നിങ്ങളെ ഒരു റെസ്പോൺസിബിൾ പേഴ്സണാക്കി മാറ്റുക, ഡിസിഷൻ എടുത്ത് അതിനെ ആക്ഷനാക്കി കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ സക്സസ് അച്ചീവ് ചെയ്യാൻ പരിശ്രമിക്കുക. സോ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ പേഴ്സണൽ ഗ്രോത്ത് മാത്രമല്ല നിങ്ങൾക്ക് സാധ്യമാകുന്നത്, അതിലൂടെ പ്രൊഫഷണൽ ഗ്രോത്ത് നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്രിയേറ്റീവ് ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. സോ നിങ്ങളുടെ വർക്കിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിയുടെ റിയൽ മീനിങ് എന്താണെന്ന് അറിയുമോ? എപ്പോഴാണോ നിങ്ങൾ രണ്ടോ അതിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ മിക്സ് ചെയ്ത് ഒരു യുണീക്കായിട്ടുള്ള കാര്യം ചെയ്യുന്നത്, അതിനെയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇലോൺ മസ്കിൻ്റെ ടെസ്ല കമ്പനി ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ടെസ്ല ഈസ് ഈക്വൽ ടു ഇലക്ട്രിസിറ്റി, അതായത് ഫസ്റ്റ് ഐഡിയ പ്ലസ് കാർ, അതായത് രണ്ടാമത്തെ ഐഡിയ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് കാർസ്. സോ ഇവിടെ ഒരു യുണീക്ക് ക്രിയേറ്റീവ് ഐഡിയ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്തു. സോ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ഒരു നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനോടൊപ്പം നിങ്ങളുടെ ഹെൽത്ത്, റിലേഷൻഷിപ്സ് ഇതെല്ലാം ഇംപ്രൂവ് ആകും. നിങ്ങൾക്കറിയാമായിരിക്കും നമ്മളുടെ വിഷമങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ അത് കുറയുമെന്ന്. ബട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളോടൊപ്പം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയും. നിങ്ങളുടെ മൈൻഡ് ഹെൽത്തി ആണെങ്കിൽ നിങ്ങളുടെ ബോഡിയും ഹെൽത്തി ആയിരിക്കും. സോ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് ജീവിക്കാൻ നിങ്ങളെ രണ്ട് സ്ഥലത്ത് എക്സ്പ്രസ് ചെയ്യണം. ഫസ്റ്റ്, നിങ്ങളുടെ വർക്കിൽ. ഇതിലൂടെ നിങ്ങളുടെ വെൽത്ത് വർദ്ധിക്കും. സെക്കൻഡ്, നിങ്ങളെ മനസ്സിലാക്കുന്നവരുമായിട്ട് നിങ്ങളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ആരുമില്ല, നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല, ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങളെ മനസ്സിലാക്കാൻ നമ്മളുടെ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക, നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.